Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റഗ് ഫീൽ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ. അപ്പോൾ ഈ സ്കോർപിയോ 2010 മോഡൽ VLX ഓപ്ഷനിൽ വന്നേക്കുന്ന ഡീസൽ വാഹനം. ഇതിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ സപ്പോർട്ടിംഗ് ആണ്. പിന്നെ നമ്മൾ സ്കോർപിയോയിലേക്ക് കയറുമ്പോൾ തന്നെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ പറഞ്ഞാൽ വെൽക്കം ടു സ്കോർപിയോ അങ്ങനത്തെ വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നല്ല സുഖമാണ് ഈ വാഹനം ഓടിക്കാനായിട്ട്. നല്ല പഴം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ബഹളോ അങ്ങനെ സംഭവങ്ങളോ നമുക്ക് വാഹനത്തിൽ കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഓൾറെഡി വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 4 ബലൂൺ റേഡിയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി തന്നെ ആക്കിയിട്ടുണ്ട്. ഒരു ലുക്കാണ് ഈ വാഹനം. റോഡ് പ്രസൻസ് ഉണ്ട് ഈ വാഹനം. അല്ലെങ്കിൽ സ്കോർപിയോ റോഡ് പ്രസൻസ് ഉള്ള വാഹനമാണ്. പക്ഷേ ടയറും കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു ഇത് കണ്ടേക്കാം. കാരണം ഇതിനകത്ത് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചസോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശദമായി കാണിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു വാഹനമാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വേറെ വാഹനമൊന്നുമല്ല, നമ്മുടെ സ്വന്തം മഹീന്ദ്രയുടെ സ്കോർപിയോ തന്നെയാണ്. സ്കോർപിയോ ഒരുപാട് രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ അക്സെപ്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് നമ്മൾ BS6 വരുമ്പോഴും മഹീന്ദ്ര ഒട്ടും മടിക്കാതെ തന്നെ BS6 ട്രാൻസ്ഫോർമേഷൻ ചെയ്തൊരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ. അപ്പോൾ സ്കോർപിയോനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫേസ് ലിഫ്റ്റും അതേപോലെ മോഡൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന വാഹനം കൂടിയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കാശ് മുടക്കാതെ എന്നാൽ ഒരു XUVയുടെ എല്ലാ രീതിയിലുള്ള ആ ഒരു സവിശേഷതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ ഈ ഒരു സ്കോർപിയോ. അപ്പോൾ നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കണ്ടേക്കാം. ഈ വാഹനം ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു ഇത്രയും വലിയ വാഹനമാണെങ്കിലും യാതൊരു രീതിയിലുള്ള ഒരു പഴമയോ കാര്യങ്ങളോ നോക്കി വാഹനത്തിൽ തോന്നിക്കുന്നില്ല. അതൊക്കെ തന്നെ ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജും അതേപോലെ ടയറും കാര്യങ്ങളൊന്നും പരിശോധിച്ചേക്കാം. ടയർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും നോക്കാം. അതേപോലെ തന്നെ ഇത് അലോയ്സ് അല്ല, ഇത് റിമ്മാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് റിട്ടേൺ എന്നുണ്ടെങ്കിൽ റിവേഴ്സ് കിട്ടുന്ന റിമ്മാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ വീലാർസും കാര്യങ്ങളും നോക്കിയേക്കാം. പിന്നെ പവേർഡ് ബൈ എംഹോക്കിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്ക് വരുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ്, ഹെഡ് ലാംപ്സും കാര്യങ്ങളും നോക്കാം. അതുപോലെ ഗ്രില്ല് നോക്കാം. ഗ്രില്ലെന്ന് പറയുമ്പോൾ മഹീന്ദ്രയുടെ നമുക്ക് പണ്ട് മുടങ്ങി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്കോർപിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് ലോവർ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കാം. ടയേഴ്സും ഈ പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ ടയേഴ്സ് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നത്. യോക്കോഹാമയുടെ ടയേഴ്സാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഗ്രിപ്പ് നോക്കാം. അതേപോലെ നമുക്ക് ആ ഒരു ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർസൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് മിറേഴ്സൊക്കെ ക്രോമിയം ആ ഒരു കവറിൽ വന്നിട്ടുണ്ട്. അതേപോലെ 2 ഡോർസും ഇതേപോലെ തന്നെ നീറ്റായിട്ട് നിൽക്കുന്നു. സ്കോർപിയോൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ബോട്ടമിൽ വരുന്നുണ്ട്. ഇവിടെയും വീലാർച്ച് കാര്യങ്ങൾ നോക്കിയേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം ഗ്രിപ്പ് തന്നെയാണ് ബാക്കിൽ നമുക്ക് കിട്ടുന്നത്. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്കോർപിയോനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ സ്കോർപിയോൻ്റെ ആ ഒരു VX എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും വരുന്ന ആ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ഹോളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് നോക്കാം. സൈഡും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ടൈൽ ലാമ്പൊക്കെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. ചെറിയ രീതിയിലുള്ളൊരു പൊട്ടൽ കാര്യങ്ങൾ നമുക്ക് ബോട്ടമിൽ കിട്ടാനുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയേക്കാം. ഇതേപോലെ ടയേഴ്സും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ടയേഴ്സ്, ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ഡോർസൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യട്ടെ.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോർപ്പിയോൻ്റെ ആ ഒരു ഡോർ പാഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ സ്കോർപ്പിയോൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് വിശാലമായിട്ടുള്ള സ്പേസ് ആണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല വിശാലമായിട്ടുള്ള സീറ്റ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല വിശദമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റാവുന്ന തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നൊരു വാഹനം കൂടിയാണ്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ തന്നെ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കിയാൽ, പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കാം. കിലോമീറ്റേഴ്സ് അറൗണ്ട് ഒരു 1 lakh കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഭാഗം നോക്കാം, ഇവിടെയും നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ നോബും കാര്യങ്ങളും നമുക്ക് കൂടെ കാണാം. ലോവറിൽ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ആ ഒരു വിനയൽ ഒക്കെ ചെയ്ത് ഭംഗിയാക്കി ഇട്ടിരിക്കുന്നു. ഡോർ പാഡും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയണം. ഇവിടെ നമുക്ക് അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. അതേപോലെ ഗിയർ നോബ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ഡുവൽ സീറ്റ്സ് ആണ്. ക്യാപ്റ്റൻ സീറ്റ്സ് മിഡിലിൽ വന്നിട്ടുണ്ട്. അതേപോലെ 3rd റോ കാര്യങ്ങളൊക്കെ ബെഞ്ച് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് നോക്കാം. റൂഫും ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിൽ നിന്ന് പരിചയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡിൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. സീറ്റ്സൊക്കെ നോക്കാം. ഡുവൽ സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണേ. അതുകൂടാതെ തന്നെ 3rd റോയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ മിഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. 3rd റോ സീറ്റൊക്കെ കുറച്ച് ഡൗൺ ആക്കി ഇട്ടിരിക്കുന്നു. ഞാൻ ഒന്ന് ഡൗൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം. ഇതുണ്ടോ ഈ ഒരു 3rd റോ സീറ്റ് ഞാൻ അപ്പ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ല വിശാലമായിട്ട് ഇരിക്കാം. ഓക്കെ, ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു സ്കോർപ്പിയോൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി ഒന്ന് ക്ലോസ് ചെയ്യാൻ ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അങ്ങനെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോർപ്പിയോൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. നമ്മളതിൻ്റെ എഞ്ചിൻ ഭാഗവും കാര്യങ്ങളൊക്കെ എംഹോക്ക് എഞ്ചിനാണ് അതുകൂടി എടുത്ത് പറയുന്നത്. എംഹോക്ക് എഞ്ചിൻ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നോക്കിയേക്കാം. ബൂട്ടിൽ കാര്യമായിട്ടുള്ള സ്പേസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം എത്ര സ്പേസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ 2 ആ ഒരു സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഡോർ പാഡ് നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ്. അതേപോലെ തന്നെ നമുക്ക് വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സാണ്. ഇനി അതിൻ്റെ ക്യാനൊന്ന് മാറ്റിയിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സ്പേഷ്യസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. എന്നാൽ നമ്മൾ ഇന്നോവയിലൊക്കെ ഉണ്ടാക്കണം ആ ഒരു പൊടിക്കുള്ള സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് ഡൗൺ ചെയ്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ലാവിഷായിട്ടുള്ള സ്പേസാണ് ഉള്ളത്. വാഹനത്തിൻ്റെ എഡ്ജ് വ്യൂ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തന്നേക്കാം. വളരെ സ്ലോയിലാണ് പോകുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽ സ്പെയർ വീലുകൊണ്ട് കാണിച്ചു തന്നേക്കാം. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്കോർപ്പിയോ കണ്ടു കഴിഞ്ഞ് എങ്ങനെയുണ്ട് വാഹനം? നല്ല കലക്കം വാഹനമാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല റോഡ് പ്രസൻസ് ഉള്ള വാഹനമാണ്. പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 lakh കിലോമീറ്റേഴ്സ് ഈ വാഹനം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നല്ല യാത്രാസുഖമാണ് ഈ വാഹനത്തിന്. നമ്മൾ ആ ഒരു കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് റോഡ് മൊത്തം കണ്ട് ബോണറ്റും കണ്ട് നമുക്ക് എവിടെയൊക്കെ നിർത്തണം, ചവിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇരിപ്പിൽ തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് ഈ സ്കോർപ്പിയോ പോലത്തുള്ള വാഹനങ്ങളുടെ ഗുണം. പിന്നെ വളരെ ഒരു കുറഞ്ഞ പ്രൈസ്, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വാഗനാറൊക്കെ എടുക്കുന്ന പ്രൈസിന് നമുക്ക് ഇത്രയും വലിയൊരു വാഹനം സ്വന്തമാക്കാം. മൊത്തം ഫാമിലിക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം. പിന്നെ മാത്രമല്ല നമുക്ക് ആ ഒരു SUV ഫീലും കൂടി കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വലിയ വാഹനം എടുക്കാൻ താല്പര്യമുണ്ട്, കുറച്ച് ചെറിയ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 3,40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഈ
റേറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ നെഗോസിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ തന്നെ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാണ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 7012665202 ഒന്ന് കോൾ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 500 rupees ഡീസലോ പെട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഞാൻ തരും.